2020 ദില്ലി കലാപം പ്രമേയമാക്കുന്ന ഹ്രസ്വചിത്രം ഫെബ്രുവരി 2 പുറത്തിറക്കാനുള്ള നീക്കത്തിൽ വിവാദം. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ചിത്രം പുറത്തിറക്കുന്നത് ബിജെപിക്ക് വേണ്ടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ജനത്തെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമെന്ന് കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ കലാപത്തിനു പിന്നിലെ വസ്തുത തുറന്നു കാട്ടുന്നതാണ് ഷോർട്ട് ഫിലിം എന്നാണ് ബിജെപിയുടെ വിശദീകരണം. PR സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദില്ലി കലാപം എന്ന രൂപത്തിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കാനിരിക്കുന്നു BJP എന്നുള്ളതാണ്. നേരത്തെ ആം ആദ്മി പുറത്തിറക്കാനിരുന്ന ഡോക്യുമെന്ററി തടയുകയും ചെയ്തിരുന്നു BJP. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്ന ന്യായീകരണം? അത് തടയാനുള്ള നിയമപരമായ നടപടികളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുകയാണോ? 2020 ദില്ലി കലാപത്തെക്കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 2 ദില്ലിയിലെ എല്ലാ തിയേറ്ററുകളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. ദില്ലി കലാപത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ ഡോക്യുമെന്ററിയിലൂടെ പറയുന്നത് എന്നാണ് ഈ ഡോക്യുമെന്ററിയുടെ സംവിധായകൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്, ദില്ലിയിൽ വലിയ വർഗീയ വിഭജനമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. ദില്ലിയിൽ വലിയ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഡോക്യുമെന്ററി ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടി കൂടിയാണ് എന്നൊരു ആക്ഷേപം കൂടി കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് തടയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അതേസമയം 2020 ദില്ലിയിൽ നടന്നത് എന്താണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ ഡോക്യുമെന്ററിയിൽ ഉള്ളത് എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അപ്പോൾ BJPക്ക് വേണ്ടി തന്നെയാണ് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്ന വാദങ്ങൾ ശരിവെക്കുന്നതാണ് BJP നേതാക്കളുടെ ഇക്കാര്യത്തിലെ പ്രതികരണം വരുന്നത്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒരു ഡോക്യുമെന്ററി ദില്ലിയിൽ പുറത്തിറക്കാൻ ശ്രമിച്ചിരുന്നു. അത് ദില്ലിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിലേക്ക് പോയ സാഹചര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ഡോക്യുമെന്ററി പ്രദർശനം തടഞ്ഞത് ദില്ലി പോലീസാണ്. ദില്ലി പോലീസ് ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനം നിർത്തിവെക്കണം എന്ന്, പ്രദർശിപ്പിക്കാനുള്ള നീക്കം നിർത്തിവെക്കണം എന്ന് തിയേറ്റർ ഉടമകളോട് ആവശ്യപ്പെടുകയും ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചാൽ അശക്തമായ നടപടി ഉണ്ടാകും എന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിന് മുൻകൂർ അനുമതി തേടിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കരുത് എന്നായിരുന്നു ദില്ലി പോലീസ് ആവശ്യപ്പെട്ടത്. അതേസമയം ദില്ലി കലാപത്തെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് ദില്ലി പോലീസ് എന്തെങ്കിലും ഒരു തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് കാണാം. ഏതായാലും ദില്ലിയിൽ അധികാരം പിടിക്കാൻ എല്ലാ നീക്കങ്ങളും BJP നടത്തുന്നുണ്ട്. ഇപ്പോൾ 2020 കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നുവെന്നാണ് വലിയ വിമർശനം ഉയർന്നത്. ഇക്കാര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ദില്ലി പോലീസോ എന്ത് നടപടി സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് കാണാം. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.